സ്വാഗതം. മേപ്പയൂർ ഫെസ്റ്റിന് അതിഗംഭീരമായ തുടക്കം. മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. നിരവധി ഫെസ്റ്റുകളുടെ അനുഭവ നിറവിൽ ഈ മേപ്പയൂർ ഫെസ്റ്റിൻ്റെ പുതിയ പതിപ്പിന് ഒരുപാട് നിറവും മണവും അനുഭവങ്ങളും നൽകാൻ നമുക്ക് കഴിയട്ടെ എന്ന്. നാടിൻ്റെ ഇത്തരത്തിലുള്ള സാംസ്കാരിക കൂട്ടായ്മകളാണ് ഇന്നത്തെ രീതിയിലുള്ള കേരളത്തിൻ്റെ പിറകിലെന്ന് മേപ്പയൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി OR കേളു പറഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ വാർഡിൽ നിന്നുമുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും അറിയാൻ വേണ്ടി സാധിച്ചു. എല്ലാ തരത്തിലും വളരെ സമ്പുഷ്ടവും മനോഹരവും സന്തോഷവും മനസ്സിന് ആനന്ദവും ഒക്കെ നൽകുന്ന ഒരു ഉത്സവ പരിപാടിയായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ തരത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയെ സംബന്ധിച്ച് ഈ മേപ്പയൂർ പഞ്ചായത്തിലെ ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ കേരളം എങ്ങനെയാണ് ഇന്നത്തെ കേരളമായത് സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ചരിത്രപരമായിട്ട് അറിയാം. എല്ലാവരുടെയും മാനസികവുമായിട്ടുള്ള കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നേരത്തെ സ്വാഗതം പറയുമ്പോൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, 57-ൽ നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം പടിപടിയായി ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും നടത്തിക്കൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും സ്വാതന്ത്ര്യവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സാംസ്കാരികമായിട്ടുള്ള പദ്ധതിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന സമ്പന്നമായിട്ടുള്ള ഒരു കേരളത്തെ നാം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ശേഷം 90-കളിലെ സാക്ഷരതയും 96-ലെ ജനകീയാസൂത്രണവും ഇന്ന് കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന നവകേരളവും ഒക്കെ നമ്മുടെ കേരളത്തിൻ്റെ പൊതു വികസനത്തിന് നാന്ദി കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടിത്തറവാക്കിയിട്ടുള്ള പദ്ധതികളാണ് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് നമ്മുടെ കേരളത്തെ ഇനിയും ഏറെക്കാലം ശക്തിപൂർവ്വം നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അങ്ങനെ നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നാം ഇവിടെ കാണുന്ന എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു മനസ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരിക ഉത്സവം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ വലിയ ഒരു മാനമാണ്, വലിയ ഒരു സന്ദേശമാണ് നമുക്കിതിൽ നിന്ന് പ്രകടമാകുന്നത്. അത്തരത്തിൽ നമുക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി തുടർന്നും എല്ലാവരുടെയും കൂട്ടായ്മയും ഉണ്ടാവണമെന്നാണ് എനിക്കിവിടെ ചുരുങ്ങിയ ഭാഷയിൽ സംസാരിക്കാനുള്ളത്. ഇവിടെ മനസ്സിലാക്കിയത് 7-8 ദിവസത്തെ പരിപാടിയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നമ്മുടെ കലാപരിപാടി വേദികളിൽ നടക്കും. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള 7 ദിവസങ്ങളിലും പലതരത്തിലുള്ള ആഘോഷ പരിപാടികൾ നടക്കും. ആ ആഘോഷ പരിപാടികൾ കാണാനും അതിൽ പങ്കുചേരാനും നമ്മുടെ സമൂഹത്തിലെ ഗ്രാമങ്ങളിലെ എല്ലാവരും ഒത്തുചേരുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. ആ സൗന്ദര്യവും ആ സാഹോദര്യവും കൂട്ടിയുറപ്പിക്കുക എന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു ജനകീയ സാംസ്കാരിക ഉത്സവം ഇവിടെ സംഘടിപ്പിച്ച് സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. ഉദ്ഘാടനത്തിന് മുൻപേ മത്സരാടിസ്ഥാനത്തിൽ നടന്ന ഘോഷയാത്രയിലെ ജനപങ്കാളിത്തവും വ്യത്യസ്ത കലാരൂപങ്ങളും അതിമനോഹരവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതുമായി.
കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യകലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയായിരുന്നു മുഖ്യാതിഥി. കലയിലൂടെ ആത്മസുഖം നേടുന്നതിനൊപ്പം മാനുഷിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ പൂരങ്ങൾ വഹിക്കുന്ന പങ്കുപോലെ തന്നെ മേപ്പയൂർ ഫെസ്റ്റും നാടിന്റെ വികസനത്തിന് ഉതകുമെന്ന് മട്ടന്നൂർ അഭിപ്രായപ്പെട്ടു. തിരുവമ്പാടി വിഭാഗത്തിൽ 36 വർഷം പങ്കെടുത്ത ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. അവിടെ നടക്കുന്ന വിഷയം ഈ ജനങ്ങൾക്കെല്ലാം, ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഉള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി പങ്കെടുക്കാൻ പറ്റിയ ഒരു വലിയ മഹാപൂരമാണ് തൃശ്ശൂർ പൂരം. ആ പൂരത്തിന് കൃത്യമായിട്ട് സാമ്യം നിൽക്കുന്ന മേപ്പയൂർ ഫെസ്റ്റ് ഇവിടെ അത് നടത്തുന്നത് ആ ഒരു കാഴ്ചയിലൂടെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും മാനുഷികമായ ബന്ധങ്ങൾ, മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും കല എന്ന് പറയുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ജോലിയും ഇതെല്ലാം ചെയ്ത് തളർന്നിരിക്കുന്ന ജനങ്ങൾക്ക്, അത് ആരോ ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർക്ക് ഒരു നിമിഷമെങ്കിലും ആത്മസുഖം പകരുന്ന ഒരു വിഷയമാണ് എല്ലാ കലകളും. അത് സിനിമ ആയിക്കോട്ടെ, നാടകമാവട്ടെ, വാദ്യമാവട്ടെ, നൃത്തമാവട്ടെ, കഥകളിയാവട്ടെ, ഏത് കലാരൂപമായാലും ഇതെല്ലാം മനുഷ്യ മനസ്സിന് ആനന്ദം പകരുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അതോടനുബന്ധിച്ച് പറയാനുള്ള മറ്റൊരു വിഷയം, കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കലകൾ അത് അഭ്യസിക്കുന്നതിനോടൊപ്പം ഗുരുനാഥനും ശിഷ്യനുമായിട്ട് തമ്മിൽ വളരുന്ന ഒരു സാംസ്കാരിക വിഷയം, അതാണ് ഇത്തരം കലകളിൽ പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടത്. ഗുരുവും ശിഷ്യനും തമ്മിൽ വളരുന്ന ഒരു സംസ്കാരം ഇത്തരം കലകളിൽ കൂടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് അനുഭവിച്ച് അത് കൊണ്ടു നടക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. മേപ്പയൂരിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമാണ് ഇത്രയും ഫലപ്രദമായി ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് സഹായിച്ചതെന്നും ഫെസ്റ്റ് എക്കാലത്തും നടത്തുവാനും നാട്ടുവെളിച്ചത്തിന്റെ തുടർച്ചയുണ്ടാക്കുവാനും അത് തുടരണമെന്നും ചടങ്ങിൽ സംസാരിച്ച മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് പറഞ്ഞു. ഇത്രയും വിപുലമായ നാട്ടുവെളിച്ചത്തിന്റെ തിരി നിങ്ങൾ എവിടുന്നാണ് കൊളുത്തിയത് എന്നതാണ് എൻ്റെ ആലോചന ഉണ്ടായിരുന്നത്. തീർച്ചയായും ഞാനൊരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനോട് വിയോജിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് മേപ്പയൂരിന്റെ മഹിതമായ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പാരമ്പര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഈ മേപ്പയൂർ ഫെസ്റ്റിന്റെ തിരി കൊളുത്തിയിട്ടുള്ളത്. അത് ഈ മേപ്പയൂർ പഞ്ചായത്തിന്റെ ഗ്രാമങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സവിശേഷത കൂടിയാണ്. ഇത്രമേൽ ആളുകളെ നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ, ഇത്രമേൽ കലാരൂപങ്ങളെ ഇവിടെ സംഘടിപ്പിക്കാനും ഇത്രമേൽ മനോഹരമായി ഈ ഫെസ്റ്റിന്റെ ആരംഭം കുറിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ വളരെ മനോഹരമായി, വളരെ ഗംഭീരമായി, വലിയ നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടി, ആഹ്ലാദാരവങ്ങളോടുകൂടി എല്ലാ മനുഷ്യരെയും എല്ലാ വേർതിരിവുകളും മറന്ന്, എല്ലാ വിയോജിപ്പുകളും മറന്ന് ആഹ്ലാദത്തിലും സന്തോഷത്തിലുമാക്കി നല്ലൊരു മനോനിലയിലേക്ക്, നല്ല സന്തോഷത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് എത്തിക്കാൻ മേപ്പയൂർ ഫെസ്റ്റിന് കഴിയട്ടെ. തീർച്ചയായും അതുതന്നെയാണ് ഈ ഫെസ്റ്റിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇവിടെ ഒത്തുചേരുന്ന ഈ മഹാജന സംഗമത്തെ തീർച്ചയായും സന്തോഷത്തിലേക്കും സൗഹൃദത്തിലേക്കും എല്ലാ വേർതിരിവുകളിലേക്കും ശത്രുതയില്ലാത്ത നല്ല മാനസികാവസ്ഥയിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ് ഈ ഫെസ്റ്റിന്റെ ഉദ്ദേശത്തിൽ ഒന്ന് എന്ന് പറയുന്നത്. അത് പൂർത്തിയാവുമെന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ജനറൽ കൺവീനർ സുനിൽ സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KT രാജൻ അധ്യക്ഷത വഹിച്ചു. മേപ്പയൂരിന്റെ വികസന പ്രക്രിയയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഒട്ടേറെ പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഖാവ് KK രാഘവൻ, VK കാളപ്പൻ മാസ്റ്റർ, PP രാധാകൃഷ്ണൻ, A സുപ്രഭ ടീച്ചർ, K കുഞ്ഞിരാമൻ, PK റീന എന്നിവർ മുൻ പ്രസിഡന്റുമാരായിരുന്നു. ഈ കാലയളവിൽ ഒട്ടേറെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് നിദാനം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവരെയെല്ലാം അഭിവാദ്യം ചെയ്യാനും ആദരിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പരസ്പര സാമർത്ഥ്യത്തോടെ ചരിത്രഘട്ടങ്ങൾ അതിജീവിച്ച നാടാണ് മേപ്പയൂർ. ഈ നാടിന് ഒരുപാട് ചരിത്രമുണ്ട്.
ഭൂപ്രമാണിത്വത്തിനും ഫ്യൂഡലിസത്തിനും ജാതി മേൽക്കോയ്മയ്ക്കും വൈദേശിക ആധിപത്യത്തിനുമെതിരെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ കരങ്ങൾ ചേർത്ത് പോരാടിയ നാടാണ് മേപ്പയ്യൂർ. നെഞ്ചിറപ്പോടെ പൊരുതി വീണ ഒരുപാട് ആളുകൾ ഈ പഞ്ചായത്തിൻ്റെ ചരിത്രമാണ്. ദുരിതപൂർണമായ ഇന്നലകളെ ഒറ്റക്കെട്ടായി അതിജീവിച്ച ആവേശഭരിതമായ അനുഭവമാണ് ഈ നാടിൻ്റെ കൈമുതലെന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഒത്തൊരുമയോടെ പുലർന്ന ഈ നാടിൻ്റെ പെരുമ മേപ്പയ്യൂർ ഫെസ്റ്റിലൂടെ ഒരിക്കൽ കൂടി നാം വിളംബരം ചെയ്യുകയാണ്, ഏറെ അഭിമാനത്തോടെ. സൗഹൃദവും സാഹോദര്യവും കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഉള്ള സാംസ്കാരിക ദൗത്യമാണ് മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഫെസ്റ്റിലൂടെ നിർവഹിക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം പൂർത്തീകരിച്ച് 5ാമത് വർഷത്തിലേക്ക് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഐക്യത്തോടെ സാഹോദര്യത്തോടെയാണ് ഈ മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. സാംസ്കാരിക പ്രവർത്തനങ്ങളും ചിന്തകളും മേളകളുമൊക്കെ ഒരു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചുമതലയാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ചന്തകൾ, മേളകൾ ഇതൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനപരമായ ചുമതലകളിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഫെസ്റ്റിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, സാമുദായിക ഐക്യം ശക്തിപ്പെടുത്തൽ ഇതൊക്കെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതു ചുമതലയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ദൗത്യം കൂടിയാണ് മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രബുദ്ധമായ രാഷ്ട്രീയ ബോധവും പ്രൗഢമായ ദേശീയ പാരമ്പര്യവും തനതായ കലാസാംസ്കാരിക പൈതൃകവും മേപ്പയ്യൂരിൻ്റെ മഹത്തായ സമ്പാദ്യമാണ്. അതിലെല്ലാവരുടെയും ഉദാത്തമായ പങ്ക് ആ കാര്യത്തിലുണ്ട്. ജനകീയ കൂട്ടായ്മയിൽ അനുകരണീയമായ ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ മേപ്പയ്യൂരിന് ഈ ഫെസ്റ്റ് മേപ്പയ്യൂർ ചരിത്രത്തിലെ അവിസ്മരണീയമായ നേടായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിലും ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് നമുക്ക് ഓരോരുത്തർക്കും ഏറെ അഭിമാനത്തിന് വകയുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭ നന്ദി പറഞ്ഞു. കലാപ്രേമികളുടെ മനം നിറച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പ്രകാശ് ഉള്ളേരിയും സംഘവും ചേർന്ന് അവതരിപ്പിച്ച ത്രികായ മ്യൂസിക്കൽ ഫ്യൂഷൻ അതിമനോഹരമായി. 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ് മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത്. ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. അതിൻ്റെയൊക്കെ ഊർജത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റ്